വിധിയിൽ നിന്നും മൃത്യു വരിച്ചോരാ വിശ്രമം ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം പാടും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യനിൽ അഭയം തേടരുത്. ശ്വാസം പോയി കഴിയുമ്പോൾ ഞാൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവന്റെ ലക്ഷ്യങ്ങളെല്ലാം നശിക്കും. ദിവ്യാത്മാവേ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ. നന്മകൾ നിറകുടമലരേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പാർപ്പിടമല്ലോ കരയും കടലും നിറയുന്നോനേ, പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി നീ അറിയുന്നു, പാപം വലുതാണതുപോലങ്ങേ കൃപയും വലുതെന്നറിയൂ ഞങ്ങളെ. കാരുണ്യം നീ കാണിക്കായിൽ നരകണമാകെ നശിക്കും നൂനം. നാഥ നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിയിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും. പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ, കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ദിനത്തിൽ വിജയം നേടുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോനം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇതു ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേ. ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായ മിശിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ
ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, മൃതിയുടെ പിടിയിലമർന്നു ഞാൻ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിപതിയാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കും. ഉണരുന്നു മൃതരൊന്നാകെ ഭാവാര്യൻ ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു. ആദിപിതാവാമാദത്തിൻ പാപം മൂലം ഭൂലോകം മൃതിയുടെ പിടിയിലമർന്നരനിൻ നടുവിൽ കാണൂ നരവംശം. ആനന്ദത്തിൻ മണിയറയിൽ സ്ഥിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരങ്ങളെ, മനുഷ്യരെ കുറിച്ച് പ്രത്യാശാത്തോടെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തിനേറ്റും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചെടുക്കുമ്പോൾ കടക്കില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമായ വിവരിച്ചപ്പെട്ടവരും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നേടുന്നവരും ഇസ്രായേൽ മരിച്ച രാജ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നാം കർത്താവിന്റെ ദൈവത്തിനായി അവരുടെ കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായി ക്രിസ്തുവേ. 5-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും മനതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവിന്റെ ആത്മാവിന്റെ കണ്ണ തുടങ്ങണമെന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ നമ്മളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ നമ്മളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷമായി എത്തിക്കുവാൻ കഴിയണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമാനത്തിന്റെ സുരക്ഷിത ആത്മാവിന്റെ അപരാധവും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രധാന്യത മിശിഹായെ വിധിവസത്തിന്റെ മഹത്വ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം സങ്കടന ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കടഞ്ഞു തുടക്കുകയും
അവരെ ആശ്രയിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നു പരിശോധിക്കപ്പെട്ട് പാതാളം കിടങ്ങി പരിശോധനയിൽ നിന്ന് കേട്ട് സുഖത്തിലേക്ക് എഴുന്നള്ളി സമർപ്പിച്ചിരിക്കുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സുസ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരുനാൾ ഓർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നേരുന്നു? തിരമാലകളാൽ ഇളകും കടൽ പോലെ ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ. പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ യുദ്ധം പൂർത്തിയാക്കി, വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ ഇതിനായ കർത്താവ് ഈ ദിവസം നീതിയുടെ എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എനിക്കായി നൽകിയ വസതി പരിശുദ്ധമാനന്ദം മുഖരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വതഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെ ഓർത്ത് പാടിപ്പുകഴ്ത്താം. ആമേൻ.
എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥൻ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ മനുഷ്യൻ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുദ്ധരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
മറ്റുള്ള ആളുകൾക്ക് മാതൃകയായിട്ട് വരേണ്ട ആളാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാക്കാൻ ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറായിട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ അടുത്ത പ്രവർത്തകരിൽ നിന്ന് അദ്ദേഹത്തെ അടുത്ത് പ്രവർത്തിക്കാൻ ഇനി എന്നെ പോലുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യം ഒക്കെ കൈമുതലാക്കിക്കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ഈ പുതിയ തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകർ. ബഹുമാനപ്പെട്ട MN ശശീന്ദ്രൻ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ ചാലക്കുടി പട്ടണത്തിൻ്റെ വികസനത്തിനും വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കുഞ്ഞിറത്തേട്ടൻ. നമുക്കറിയാം 80 കാലഘട്ടത്തിലെ കൗൺസിലിൽ ബഹുമാനപ്പെട്ട കൊച്ചാപ്പ് മാസ്റ്റർ ചെയർമാനായിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും വളരെ ശക്തമായ നിലയിൽ ശ്രീ ശശി പറഞ്ഞതുപോലെ ഒരു തീരുമാനമെടുത്താൽ ഏതെല്ലാം ഭീഷണി വന്നാലും അതൊന്നും വകവയ്ക്കാതെ എടുത്ത തീരുമാനം ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഉറച്ചു നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അർപ്പണബോധം അല്ലെങ്കിൽ ആത്മാർത്ഥത അത് ചാലക്കുടിക്കാർക്ക് എന്നും ഓർമ്മിക്കാവുന്ന ഒരു കാര്യമാണ്. നേതൃത്വം കൊടുത്ത വ്യക്തികളിൽ ഒരാളാണ് സഖാവ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും പാർട്ടി ഏത് വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലും അതിനെയെല്ലാം സധൈര്യം നേരിട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ സധൈര്യം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഖാവ് കുഞ്ഞിറത്തേട്ടൻ. ഭീകരമായി നേരിടാനാണ് ശ്രമിച്ചിരുന്നെങ്കിലും കുഞ്ഞിറത്തേട്ടൻ്റെ നേതൃത്വത്തിൽ വൈകുന്നേരം ധീരമായ നേതൃത്വം നൽകിയ വ്യക്തിയാണ് സഖാവ് കുഞ്ഞിറത്തേട്ടൻ. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ 1970-കളിലാണ് കുഞ്ഞിറത്തേട്ടൻ യൂത്ത് കൗൺസിലേക്ക് വരുന്നത്. ഒന്നാണ് പ്രചാരണമായിട്ട് ചെയർമാനായി കഴിയാൻ ആ കാലഘട്ടത്തിൽ തന്നെയാണ് സംസാരിച്ച വിദ്യാഭ്യാസൻ ഇതിൻ്റെ പഠനമാണ് പാർട്ടിയുടെ ഓഫീസൊക്കെ അവർ സ്ഥാപിക്കാൻ സാഹചര്യമുണ്ടായ ആ കാലഘട്ടം നമുക്ക് എന്തായാലും ആദ്യമായിട്ട് അന്തരിച്ച സഖാവ് കുഞ്ഞിറത്തേട്ടൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലും ഈ മണ്ഡലത്തിൽ തന്നെ ട്രേഡ് യൂണിയൻ മേഖലയിൽ CPM-ന്റെ നേതാവ് എന്ന രീതിയിൽ നിരവധി വർഷക്കാലത്തെ ത്യാഗോജ്ജലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഈ ചാലക്കുടിയിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ വ്യക്തിയാണ് കുഞ്ഞിറത്തേട്ടൻ. ട്രേഡ് യൂണിയൻ പ്രവർത്തനം വളരെ ലളിതമായിട്ട് നടത്തുന്ന ഒരു കാര്യമല്ല. ഏറെ ക്ഷമയും അതോടൊപ്പം തന്നെ അതിനൊത്തവണ്ണത്തിലുള്ള ആജ്ഞാശക്തിയുള്ളവർക്ക് മാത്രമേ ഒരു ട്രേഡ് യൂണിയൻ കെട്ടിപ്പടുക്കുവാനും നിലനിർത്തുവാനും മുന്നോട്ട് നയിക്കുവാനും കഴിയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴാണ് ചാലക്കുടിയിൽ വിവിധ ട്രേഡ് യൂണിയനുകൾ കെട്ടിപ്പടുക്കുവാനും ആ ട്രേഡ് യൂണിയനുകൾക്ക് വരുന്ന ഭീഷണിയെ മുൻപിൽ നിന്ന് നേരിടുവാനൊക്കെ തന്നെ കുഞ്ഞിറത്തേട്ടൻ കാണിച്ച നേതൃത്വ പാഠവും നമുക്ക് തിരിച്ചറിയുന്നു. കാലത്താണ് രോഗശൈലി ഇരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അവിടെ കാണാറുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട് കൂടുതൽ കണക്ഷൻ ഉള്ളത്. അപ്പോൾ മിക്സാറിൻ്റെ വിളിച്ച് തരുമ്പോഴാണ് അവിടെ ഉണർത്തിരിക്കുന്നത്. അവൻ ചെന്ന് സംസാരിക്കും. അപ്പോൾ എന്നെ അറിയുമെന്നൊക്കെ പറയും. അപ്പോൾ ഒരാൾ ഇടയ്ക്ക് ഇങ്ങനെ TV-യിലൊക്കെ കണ്ടുപരിച്ചിട്ടുണ്ടെങ്കിൽ AC-യിലൊക്കെ വാർത്തകൾ ഇടയ്ക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. അത്രയുള്ള ഇതൊന്നും എങ്കിലാണ് വളരെ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞത് അദ്ദേഹം കിടന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം നേരിട്ട് വന്ന ആ പ്രശ്നങ്ങൾ വളരെ ബാല്യത്തിലെ തന്നെ വ്യക്തിപരമായ അടുപ്പവും
സംഘടനാ പ്രവർത്തനം പുനർനിർമ്മായിട്ട് ഒരു പരിധിവരെ സമാന ചിന്താഗതിക്കാരെന്നുള്ള നിലയിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു. ഇന്നത്തെ അത്ര ജനാധിപത്യ ബോധവും സാമൂഹ്യ വികാസവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ട്രേഡ് യൂണിയനും കർഷക തൊഴിലാളികളൊക്കെ സംഘടിപ്പിക്കാൻ വളരെ പുലർച്ചെ തന്നെ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു നിലയിലാണ് എൻ്റെ മനസ്സിൽ പോയി. ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിച്ചതിൽ വളരെ മനസ്സന്തോഷമുണ്ട്. ഇപ്പൊ ഈ വയസ്സായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല സുഖമില്ലാത്ത ആളാണ്. വയസ്സായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കണം. ഏതായാലും ഞങ്ങളന്ന് 10-24 ആൾക്കാർ കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു. അത് പ്രതിപക്ഷമായാലും ഭരണകക്ഷിയായാലും ഒക്കെ വാസ്തവത്തിൽ ഫ്രണ്ട്ഷിപ്പ് വളരെ ഹാർഡായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അത് ഇന്ന് വരെ മരിച്ചുപോയ ജോർജേട്ടനുണ്ട്. ജോർജേട്ടന് ഞങ്ങൾ ഭരിക്കുന്നതിന് 5-8 കൊല്ലം മുമ്പ് എല്ലാ ദിവസവും ഞങ്ങൾ വൈകിട്ട് ഇതിൽ കൂടി കാര്യങ്ങൾ ഇതിൻ്റെ നാട്ടുകാര്യങ്ങൾ വീട്ടുകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് ഏതായാലും ആ ഫ്രണ്ട്ഷിപ്പിനെ അയവർക്ക് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഏതായാലും ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കഴിഞ്ഞിരുന്ന കുഞ്ഞേട്ടൻ ദേവയോഗത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ചെയർമാൻ അധ്യക്ഷവേദി അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, കുഞ്ഞേട്ടൻ്റെ പൂർവ്വകാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രസ്ഥാനത്തിന് അധികം ജനപിന്തുണ ഉണ്ടായിരുന്ന ഒരു പ്രദേശമല്ല. അതിനുശേഷമാണ് കുഞ്ഞേട്ടൻ്റെ ഒക്കെ കാലഘട്ടം വന്നതിന് ശേഷമാണ് ശബാശേട്ടൻ പോലെയൊക്കെ ഉള്ളവർ അന്നത്തെ പൂർവ്വകാല പ്രവർത്തകരാണ് ഈ ചാലക്കുടി പട്ടണ പ്രദേശത്തടക്കം ചുമട്ടുതൊഴിലാളികളെ സംഘടിപ്പിക്കാൻ, ബീഡി തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ, അങ്ങനെ തൊഴിലെടുക്കുന്നവരെ സംഘടിപ്പിച്ച് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു വർഗ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തി കർഷക തൊഴിലാളി സമൂഹത്തിൽ അടിയിൽ കിടക്കുന്ന കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സംഘടിപ്പിച്ച് കോർത്തിണക്കി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തിയാക്കി രൂപാന്തരപ്പെടുത്തുന്നതിൽ അന്നത്തെ തലമുറയിൽ പ്രവർത്തിച്ച ഒരു സഖാവ് എന്നുള്ള നിലയ്ക്ക് കുഞ്ഞേട്ടൻ എക്കാലത്ത് സ്മരിക്കപ്പെടേണ്ടതാണ്. ആ സഖാവിൻ്റെ ത്യാഗപൂർണമായ പ്രവർത്തനത്തെ അനുസ്മരിച്ചുകൊണ്ട് ആ സഖാവിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ദുഃഖിക്കുന്ന സങ്കടപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒരു സുഹൃത്തും സഖാവുമാണ്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആ സഖാവ് ഞങ്ങളൊക്കെ പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗുണ്ടകളുടെയും പോലീസിൻ്റെയും തേർവാഴ്ചയ്ക്ക് മുമ്പിലാണ് ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിച്ചത് ഒരു കാലഘട്ടത്തിൽ. അന്നത്തെ ധീരസഖാവായിരുന്നു കുഞ്ഞേട്ടൻ. ഞങ്ങൾ ആഭ്യന്തരമന്ത്രി എന്നാണ് വിളിക്കുന്നത്. ആഭ്യന്തരമന്ത്രി പോലീസ് സ്റ്റേഷനും സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരാളായിരുന്നു. ഏത് കേസും പോലീസിനെ തല്ലുകൊള്ളിക്കാതെ പ്രതികളെ ഇറക്കിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ ധീരമായ പോലീസ് സ്റ്റേഷനടക്കം ധീരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ്. വിദ്യാഭ്യാസം കുറവായാൽ പോലും പാർട്ടി എന്ന് പറഞ്ഞാൽ ജീവിതം ജീവനാണ്. എത്ര രാത്രിയായാലും ഞങ്ങൾ വൈകി ഒന്നിച്ചാണ് പാർട്ടി വീട്ടിലെത്തുക. അതുപോലെ രാവിലെ ഒന്ന് വീട്ടിൽ കയറി ഒന്നിച്ചാണ് ഞങ്ങൾ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ വളരെ അനവധി ട്രേഡ് യൂണിയനിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ കോട്ടയിലെ ഏറ്റവും വലിയ യൂണിയനായിരുന്നു കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ, ജനറൽ വർക്കേഴ്സ് യൂണിയൻ, ലോഡിംഗ് ലോണ്ടറി യൂണിയൻ, ഒറ്റ കമ്പനി യൂണിയൻ. ഈ യൂണിയനിലെല്ലാം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നെല്ലാം ധീരമായ ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചൊരു ധീരമായ ഏത് കേസുണ്ടായാലും കുഞ്ഞേട്ടൻ വരാതെ പോലീസ് സ്റ്റേഷനിൽ പോവുകയല്ല പ്രതികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞേട്ടൻ ഏത് പോലീസായാലും ശരി. നമ്മുടെ പ്രഭയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ. പ്രഭയുടെ കാലത്താണ് കോട്ടയം സഖാവിന് തല്ലുന്ന കാഴ്ചകൾ ഞങ്ങളുടെ മുമ്പിലാണ് തല്ലുന്നത്. എല്ലാവരും പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ സമർത്ഥനായ ഒരു നേതാവായിരുന്നു കുഞ്ഞേട്ടൻ എന്ന് എല്ലാവരും തന്നെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ജനതാദളിൻ്റെ അഗാധമായ ദുഃഖം സമൂഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അധ്യക്ഷന്റെ അനുവാദത്തോടെ